സർക്കാർ വാക്ക് കേട്ട് ഉള്ള വീട് പൊളിച്ചിരിക്കുന്ന പുതിയ വീട് നിർമ്മിക്കാൻ തൊളിക്കോട് പഞ്ചായത്തിലെ ജഗദമ്മ തറയിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഗഡു 48,000 രൂപയല്ലാതെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു വരി കട്ട വെക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. പഴയ വീടിന്റെ ചായ്പിലാണ് ഒരു കുടുംബത്തിലെ 5 പേരുടെ താമസം ഇപ്പോൾ. റഹീസ് റഷീദ് അത് വിശദീകരിക്കുകയാണ്, അതുകൂടി ഒന്ന് കാണാം. PMAY പദ്ധതി പ്രകാരം വീട് കിട്ടും എന്നോർത്ത് ജഗദമ്മ എന്നൊരാൾ അവരുടെ വീട് പൊളിച്ച് ഒരു തറയിട്ടതാണ്. ഈ തറ ഇങ്ങനെ ഇട്ടിട്ട് 1 വർഷത്തിന് മുകളിലായി. ആകെ കൊടുത്തത് 48,000 രൂപയാണ്. 1 വർഷം കഴിഞ്ഞു അല്ലേ? പക്ഷെ ഉള്ള വീട് പൊളിച്ച് കളഞ്ഞതുകൊണ്ട് ഇപ്പം എനിക്ക് കിടക്കാൻ നിവൃത്തിയില്ലാതായി. എന്താ ചോദിക്കുമ്പോൾ പറയുന്നത്? ഇനിയിപ്പം അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മഞ്ഞ കാർട്ട് കിട്ടി. അത് 48,000 രൂപ തന്നതിൻ്റെ രേഖയാണ്, എൻ്റെ ഫോട്ടോ വെച്ച് ഒരു കാർട്ട്. പിന്നെ അത് തന്നിട്ട് പറഞ്ഞ് ഇനിയും ഏതാണ്ട് 2-3 മാസം കഴിയുമെന്ന് പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 3-4 മാസമായിട്ടുണ്ടോ? എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഒരു ലോൺ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് പ്രായം കഴിഞ്ഞതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റണില്ല. സംഘത്തിൽ നിന്നൊക്കെ കൂടെ കടമെടുത്താണ് ഒരു മരം നിന്നെ മുറിച്ച് എൻ്റെ മോൻ പണിയത് വെച്ച്, പിന്നെ ബാക്കി ഒരു 75,000 രൂപ അഡ്വാൻസ് കൊടുത്ത ആളിന് കൊടുത്താണ് ഇത്രയും കെട്ടിയത്. അതായത് 48,000 അവർ തന്നത് കൂടാതെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് തറ കെട്ടിയത്. സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തു. ഇനി ഇത് മുകളിലേക്ക് പൊക്കാനുള്ള ഒരു നിവൃത്തിയില്ല, കൊണ്ടുവരാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എവിടെ താമസം? ഇവിടെ തന്നെ, എവിടെ? ഈ ഷെഡില്. അല്ലോ, ഒന്ന് കണ്ടാലോ? കാണാം. ഷെഡിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. മുമ്പ് ഇതായിരുന്നു ഇതിന്റെ ഈ വീടിന്റെ ബാക്കിയായിരുന്നു വീടുണ്ടായിരുന്നത്? ഇല്ല, അങ്ങോട്ടല്ല, അങ്ങോട്ട് മിറ്റമാണ്. ഈ മിറ്റമാണ് ഈ കിടക്കണത്. ഇങ്ങോട്ടായിരുന്നു വീട്. അത് പൊളിച്ചിട്ട് ഇപ്പൊ ഈ ടാർപോളിയും വലിച്ചു കെട്ടിയിരിക്കുക. ഇത് മുൻവശത്ത് ഒരു ചുവരായിരുന്നു, അത് ഒരു അടമാനമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചതിന്. ആരൊക്കെയാ ഇതിനകത്തുള്ള? ഇതിനകത്ത് 5 പേര്, ഞാൻ, എൻ്റെ മകനും എൻ്റെ മരുമകളും ഇത് കൊച്ചുമോൻ, ഭാര്യ. ഒന്നും ചെയ്യാൻ മാർഗമില്ല. വീടാണ്, റൂമാണ്, ഒപ്പം കിച്ചണാണ്, എല്ലാം ഇതിനകത്താണ് അല്ലേടാ? എന്ത് ചെയ്യാ? ഞാൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിൻ്റെ അത് ചൂടും അല്ലേ? ചൂടാണ്. പുതിയ വീട് വെക്കണ്ടേ? പഠിക്കണം. എന്താ ചെയ്യാ? എന്തിനും വഴി വരും. അതാണിതാ ഇവിടെ ഒരു ഇതിട്ടിരിക്കുന്നു, ഇതിലൊരാൾ കിടക്കുന്നു, ഇതിലൊരാൾ കിടക്കുന്നു. ഇത് കണ്ടില്ല, ഇത് ഒരു പിന്നെ ഉള്ള ചെറിയ അയ ഇട്ടിരിക്കുന്നു, ഒരു കട്ടൻ പോലെ ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരാൾ കിടക്കും. ഒരു ഫാമിലി, 2 ഫാമിലി കിടക്കുന്ന ഒരു സ്ഥലം. ഇവരുടെ ദുരിതം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇത്രയും അവസ്ഥ ഇല്ലായിരുന്നു. ആ അവസ്ഥ ഉണ്ടാക്കിയത് നമ്മുടെ സർക്കാരുകളാണ്. അവർ പണം കൊടുക്കും എന്ന് കരുതിയിട്ട് ഉള്ള വീട് പൊളിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതുപോലെ കേരളത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ടാവും. PMAY പദ്ധതി അനുസരിച്ച് വീട് കിട്ടും എന്ന് വിചാരിച്ച് ഉള്ളത് പൊളിച്ച എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ദുരിതമാണ് ഈ കാണിക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML ഒപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.